ഏകദേശം നമുക്ക് യൂഫ്രട്ടീസ് നദിക്കും മധ്യയുള്ള ഒരു സ്ഥലത്താണ്. ഇന്ന് നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് നോഹ എന്നാണ്. ഹായ് നോഹ, എന്താണ് പറയാനുള്ളത്? ദൈവം എന്നോട് മഴ പെയ്യാൻ പോകുന്നു. എനിക്ക് മഴയെന്താന്ന് പോലും അറിയില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം മഴയെന്താ? ദൈവം, നീ ഇതുവരെ മഞ്ഞല്ലേ കണ്ടിട്ടുള്ളൂ, നീ മഴ കാണാൻ പോകുന്നു. നീ എല്ലാവരോടും പ്രസംഗിക്കാം, നീ മഴ വരാൻ പോകുന്നു, മഴ വരുന്നു, എല്ലാവരോടും പറയാം. ഞാൻ എല്ലാവരോടും ദൈവം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു, എല്ലാവരും എന്നെ കളിയാക്കി. ആരും എന്നെ വാക്ക് ചെയ്തിട്ടുണ്ടില്ല. ദൈവം ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഒരു പെട്ടകം നിർമ്മിക്കുന്നു. പെട്ടകം? അതെന്താ? അത് മരം കൊണ്ട് നിർമ്മിച്ച പെട്ടകം തന്നെ. ദൈവം എനിക്കത് രീതി എല്ലാം പറഞ്ഞു. ദൈവം പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു. ഏത് മരം കൊണ്ടാണ് പെട്ടകം നിർമ്മിച്ചത്? ദൈവം എന്നോട് പ്രോഫന്മാർ മാത്രമാണ് പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടകം നിർമ്മിച്ചു. ദൈവം പറഞ്ഞ മഴ പെയ്തു. 40 രാവും 40 പകലും മഴ പെയ്തു. ഞങ്ങളെല്ലാവരും പെട്ടകക്കാരും. പെട്ടകത്തിനകത്ത് കയറി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും ഈ ഭൂമിയിലുള്ള സകല മൃഗത്തിലെ ആണും പെണ്ണും ആയി ഈ 2 ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്ത സകല ജീവികളും പെട്ടകക്കാരും. ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? അതൊന്നും പറയേണ്ടതേ. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോന്നിനും വിളിക്കുമ്പോൾ അത് മറ്റേ വഴി. ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇതെനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ കണ്ടതാണായിരുന്നു ഓരോ മൃഗവും അനുസ്മരണയോടെ പെട്ടകത്തിൽക്കാരനാണ്. മഴ തുടങ്ങിയ ശേഷം പലരും വന്ന് പെട്ടകത്തിൻ്റെ വാതിൽ നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് തുറക്കാൻ പറ്റത്തില്ല. ഈ പെട്ടകത്തിൻ്റെ വാതിലടച്ചത് ദൈവമാണ്. ഈ വാതിലിന് ദൈവത്തിനെ തുറക്കാനാകുള്ളൂ. ദൈവം അടച്ചാൽ മനുഷ്യന്മാർക്ക് ആർക്കും അത് തുറക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നാലും അത് ആർക്കും അടക്കാൻ പറ്റത്തില്ല. അങ്ങനെ 40 രാവും 40 പകലും മഴ പെയ്ത ശേഷം ദൈവം ഞങ്ങളെ കുറിച്ച് മഴ നിന്നു. അവസാനം പെട്ടകം അരാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. അങ്ങനെ ഈ രക്ഷാകപ്പലാകുന്ന പെട്ടകത്തിൽ കയറിയ എല്ലാവരും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ജനസഭയുടെ തടാകക്കരയിലേക്ക് പോകാം. അവിടെ നമ്മുടെ റിപ്പോർട്ടർ റൂത്ത് കാത്തിരിക്കുന്നു. ഹായ് റൂത്ത്. ഹായ് സേന. ഇന്ന് ജനസഭയുടെ തടാകക്കരയിൽ നിന്ന് പത്രോസ് ആവശ്യമാണ്. ഞാൻ പത്രോസിനായിരുന്നു, ഷീമോനായിരുന്നു. ഒരു ദിവസം ഞാൻ ഗന്നേസരേ തടാകക്കരയിൽ വലം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് വളരെ നിരാശരായിരുന്നു. കാരണം അന്നത്തെ രാത്രി എനിക്കൊന്നും ലഭിച്ചിരുന്നില്ല. യേശു അതുപോലെ വന്നു. ഷീമോനെ, നിന്റെ പഠനകാലത്ത് നീക്കാൻ യേശു അതിൽ കയറിയിരുന്നു. കൂടെ വെള്ളത്തിലാണ്. ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ കണ്ണുകളെ അമ്പരിപ്പിക്കുന്ന വിധം പ്രവൃത്തി നടന്നത്. എന്നോട് യേശു പറഞ്ഞു, ഷീമോനെ, ആഴത്തിലേക്ക് കയറി. ഞാൻ പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എൻ്റെ വാക്കിന് വലയിരുന്നു. ഓ പറയണ്ട, വ്യക്തം നിൻകൂട്ടമാണ്. അടുത്തുള്ളവരെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, യേശുവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടുപോകുന്നു. അതിന് യേശു, നീ ഇന്നു മുതൽ മനുഷ്യരെ വിളിക്കുന്നവനാണ്. അന്നു മുതൽ ഞാൻ ആ രക്ഷാകപ്പലിൽ, അതെ, യേശു ആകുന്ന രക്ഷാകപ്പലിൽ ഞാനും കേട്ടു. ഓ, എത്ര അത്ഭുതം അല്ലേ! ഇനി നമുക്ക് മെലീത ദ്വീപിലേക്ക് പോകാം. അവിടെ നമ്മുടെ റിപ്പോർട്ടർ ബെൻ നമ്മളുമായി ചേരുന്നു. ഹലോ സർ, ഇപ്പോൾ മെലീത ദ്വീപിൽ നിന്നും എന്നോടൊപ്പം അപ്പോസ്തലനായ പൗലോസ് ചേരുന്നു. പൗലോസ്, എനിക്ക് എന്താണ് ഞങ്ങൾ പറയുന്നത്? എൻ്റെ പേര് ശൗൽ എന്നായിരുന്നു. ദൈവം എന്നെ പൗലോസ്. ഞാൻ ഈ മാർഗ്ഗക്കാരൻ ഭയങ്കരമായി ഉപയോഗിക്കുമായിരുന്നു. ഏത് മാർഗ്ഗക്കാരൻ? യേശുവിൻ്റെ മാർഗ്ഗക്കാരൻ. ഞാനൊരു കറതീർന്ന യഹൂദനാണല്ലോ. എനിക്കിവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ അവരെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. പലപ്പോഴും ഉപദ്രവിച്ചു. അതെ, അതെ, ഞാൻ അതിനായി മഹാപ്രഭുവിൻ്റെ അധികാരപത്രം വാങ്ങി എന്നിട്ട് അപ്പോൾ ഉപദ്രവിച്ചു. പണിയല്ല, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ അവിടെ നിന്ന് സൂര്യനെ വെല്ലുന്ന മുന്നിൽ പ്രകാശം. ശൗലേ, നീ ഉപദ്രവിക്കുന്ന വലിയ ശബ്ദം. ഞാൻ ഭയപ്പെട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചു. ഓഹോ, പറയൂ. ഉടനെ യേശു പറയുന്നു, നീ ഉദ്ധരിക്കുന്ന യേശു. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. 3 ദിവസം കഴിക്കാതെ 3-ാം ദിവസം അനന്യാസം പ്രാർത്ഥിച്ചു. കാഴ്ച എല്ലാം യേശു
ഇതെല്ലാം പറഞ്ഞു കേൾക്കാൻ നമ്മുടെ സമയം പോയി. അന്ന് മുതൽ യേശുവാണ് ഈ രക്ഷകൻ. എന്തെല്ലാം അനുഭവം യേശു ആൾക്കൂട്ടത്തിൽ നിന്നും വ്യക്തികളെത്തിയത്. ഈ രക്ഷാകർത്തൽ എത്ര അനുഗ്രഹമാണ്. താങ്ക് യു ബെൻ. ഇനിയുള്ള നാളുകൾ ഈ രക്ഷാകർത്തലിൽ തലതാഴ